ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ചെമ്മീൻ വട തയ്യാറാക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം അല്ലാതൊക്കെ വെറുതെ തന്നെ ഇങ്ങനെ കഴിച്ചു പോകും. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക്. അതിനാവശ്യമായിട്ട് ഒരു 13 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, 3 പച്ചമുളകും, ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഒരു 250-300 ഗ്രാമോളം ഉണ്ടാവും ചെമ്മീനും. പിന്നെ വലിയ ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരലിയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് അടിക്കണത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ആദ്യം ഇട്ട് നന്നായി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചതച്ചെടുക്കുക, ജീരകവും ചതച്ചെടുക്കുക. അധികം വല്ലാണ്ട് പേസ്റ്റ് ആവാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളകും പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ പരുവത്തിലാണ് അപ്പോൾ ഇരിക്കേണ്ടത്. അധികം അരഞ്ഞു പോകാനൊന്നും പാടില്ല, ഈ പരുവാണ്. പിന്നെ നമുക്കതിലേക്ക് കുറേശ്ശെ ചെമ്മീൻ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ചെമ്മീനും അധികം നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിയിലാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ ആക്കിയെടുത്താൽ മതി. വല്ലാണ്ട് അരിഞ്ഞു പോയാൽ നമുക്കത് ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ഇടാനൊക്കെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിന് ഇങ്ങനെ കാണാൻ. അപ്പോൾ കണ്ട ചെമ്മീനൊക്കെ ഇടയിലൊക്കെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ടീസ്പൂൺ കൊണ്ട് കുറേശ്ശെ നമുക്ക് കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്കതായി വരും. അപ്പോൾ ഈ കളറൊക്കെ ആകുമ്പോൾ, ഈ പരുവാകുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ കുറേശ്ശെ ടീസ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ നമ്മൾ എടുത്ത് തന്നെ നിന്നിട്ടൊന്ന് അങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും വറുത്ത് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം തന്നെ വേണമെന്നില്ല, വെറുതെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെമ്മീൻ കിട്ടുകയാണെങ്കിലൊക്കെ നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര. പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.